ഈ ഇല ഔഷധ ഗുണമുള്ള ഇലയാണ്. ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഇലയാണ്. ഈ ഇലൻ്റെ പേര് ആനത്തകര എന്നാണ്. എൻ്റെ കയ്യിൽ എന്തോ കടിച്ച മാതിരി കുത്തിയ മാതിരി ഒരു തോന്നലുണ്ടായി. പിന്നെ ചൊറിച്ചിൽ തുടങ്ങി. ചൊറിഞ്ഞ് കയ്യിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി. ഇതുപോലെ ഒരു വ്രണമായി മാറി. അങ്ങനെ കൈക്കൊരു വീക്കും തോന്നി. അപ്പം ഞാൻ ഈ ഇല കൊണ്ടുവന്നിട്ട് ഇതിൽ കൈകൊണ്ട് ഞെരടി ഉടച്ചിട്ട് അതിൻ്റെ നീര് ഞാൻ തേച്ച്. ഇതാണ് ആനത്തകര. ഇതിൻ്റെ ഇലയാണ് ഞാൻ പൊട്ടിച്ചുകൊണ്ടുവന്നത്. ഇത് കയ്യിലിട്ടിട്ട് കസക്കിയിട്ടാണ് ഞാൻ ഈ കയ്യിലെ ചൊറിയണ ഭാഗത്ത് തേച്ചത്. നല്ലൊരു ഔഷധമാണിത്. കയ്യിലിട്ടിട്ട് തന്നെ ഇങ്ങനെ ഞെരടി അതിൻ്റെ നീരാണ് ഞാൻ കയ്യുമ്മലാക്കിയത്. അങ്ങനെ നല്ലോണം തേച്ച് കൊടുത്ത്. നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കൈക്ക്. ചൊറിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് ഉണ്ടായിരുന്നത്. പിറ്റേന്നൊക്കെ ഇങ്ങനെയായി കൈ. കുറച്ചൊരു വാട്ടനുണ്ടായിരുന്നു. പിന്നെ കൈക്കൊരു വീക്കും ഉണ്ട്. എന്തോ കടിച്ചതാണ്, എന്താണെന്നൊന്നും കണ്ടില്ല. നല്ല ചൊറിച്ചിലും ഉണ്ടായി. വീണ്ടും ഞാൻ ഇല കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലെ കയ്യുമ്മൽ തേച്ച്. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തേച്ച് കൊടുത്ത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം വീണ്ടും തേച്ചതിന് ശേഷം ആ ചൊറിച്ചിലിനനുസരിച്ച് ഞാൻ നല്ലോണം ഒരതി തേച്ച് കൊടുത്ത്. അങ്ങനെ നീരാണ് ആക്കി കൊടുത്തത്. നല്ല പോലെ അതിൻ്റെ നീര് ഞെക്കി പിഴിഞ്ഞ് കയ്യിലിട്ടിട്ട് ഉടച്ചിട്ടാണ് ഞെക്കി പിഴിഞ്ഞ് കൊടുത്തത്. അപ്പോൾ മൂന്നാമത്തെ ദിവസം അതിൻ്റെ മേലൊരു പൊറ്റ ഉണ്ടായിരുന്നു. അത് അടർത്തി കളഞ്ഞ്. അപ്പോൾ ഇത് ഇങ്ങനെയായി. മൂന്നാമത്തെ ദിവസം ഇങ്ങനെയായത്. പിന്നെ ഒരു വീക്കം പോലെ ഉള്ളത് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തേക്കണ കൊടുത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ പിടിച്ചു കൊടുത്തതാണെങ്കിൽ ആ വീക്കം കുറയായിരുന്നു. പക്ഷെ ഞാൻ തൊടിയിൽ നിന്ന് ആ ഇല പറിച്ച് തേക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടെ പിടിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇത് വേഗം മാറുക. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ ഇല തന്നെ കയ്യിൽ തേച്ച് കൊടുത്ത്. നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും ഇല കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് കയ്യിലിട്ടിട്ട് ഉടച്ചിട്ടാണ് ഈ മുറിയുമ്മൽ തേച്ച് കൊടുത്തത്. ഇപ്പോൾ ഒരു മുറി പോലായി. ഉണക്കം തുടങ്ങിയാണ്. എന്നാലും നല്ല ഉണങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് വീണ്ടും തേച്ച് കൊടുത്ത്. അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കൈക്ക് ചൊറിച്ചിൽ തോന്നും. എൻ്റെ ചൊറിയണതനുസരിച്ച് നല്ലോണം ഒരതി തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ആ ഇല തന്നെയാണ് തേച്ച് കൊടുത്തത്. അങ്ങനെ കുറച്ച് നല്ലോണം ഒരതി തേച്ച് കൊടുത്തപ്പോൾ കയ്യിലെ മുറിവ് ഈ രീതിയിലായി. ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കയ്യിൽ നാലാം ദിവസം ആ മുറി ഭാഗം മുഴുവനും ഉണങ്ങിത്തുടങ്ങി. ഉണങ്ങിയിട്ട് ഇതുപോലായി. നാലാമത്തെ ദിവസം ഇങ്ങനെ ആയത്. അപ്പോൾ 4 ദിവസം കൊണ്ട് എൻ്റെ മുറി ഇങ്ങനെ ആയി കിട്ടി. അപ്പോൾ ഈ ഒരു ഇല തേച്ചിട്ടാണ് അതായത്. അപ്പം ചൊറിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലോട് കൂടിയുള്ള അത് വ്രണാവുകയും ചെയ്യും. അങ്ങനെയുള്ള ചൊറിക്കൊക്കെ അത് പറ്റിയതാണ് ഈ ഇല. അതറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കാട്ടിലും പൊന്തയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യുമ്മലൊക്കെ കുത്തും. അതിന് പറ്റിയതാണിത് ഈ ഇല. ആനത്തകര എന്നതിൻ്റെ പേര്. ഞാനിത് തേച്ചപ്പോൾ എൻ്റെ കൈക്ക് ഉണങ്ങി. ചൊറിഞ്ഞത് വട്ടത്തിൽ പരന്ന് വരും. ചൊറിയും തോറും പരന്ന് വരികയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇല പൊടിച്ചെടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കൂട്ടി അരച്ചാൽ, പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതും കൂട്ടി അരച്ചിട്ട് വെളിച്ചെണ്ണയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മേലൊക്കെ ചൊറിയുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കുളിച്ചാൽ മാറിക്കിട്ടും ആനത്തകര ഇല.